ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് മലബാർ സ്പെഷ്യലായിട്ടുള്ള ഉന്നക്കായ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് രണ്ടാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടില്ലേ, അതിൽ വെച്ചിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ലപോലെ തന്നെ ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തോലൊക്കെ ഒലിച്ച് കളയുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേ ഒരു കറുത്ത കുരുവും ഒരു വള്ളിയും ഇല്ലേ, അത് ഞാൻ അതിൽ നിന്ന് എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ ഒട്ടും നിർബന്ധമൊന്നുമില്ല കേട്ടോ അതെടുത്ത് കളയണമെന്നൊന്നും. ഞാനത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഭംഗി ഉണ്ടാകൂലല്ലോ, അതുകൊണ്ട് മാത്രമാണ് അതെടുത്ത് കളഞ്ഞത്. അങ്ങനെ ഞാൻ എല്ലാ പഴത്തിൽ നിന്നും ആ ഒരു വള്ളിയും കറുത്ത കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ ഇതില്ലെങ്കിലും നമുക്ക് കയ്യിലില്ലേ കറിയൊക്കെ എടുക്കണം, ആ കയ്യിൽ വെച്ചിട്ടാലും നല്ലപോലെ ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നല്ല പഴുത്ത പഴമൊക്കെയാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പിടിക്കാൻ കിട്ടൂലല്ലോ. അപ്പോൾ എന്ത് വെച്ചാൽ 2 ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇനി അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കളർ മുന്തിരിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നട്ട്സൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് ഇഷ്ടമുള്ളത് ഇടാട്ടോ. ഇതിലിപ്പോൾ മുന്തിരിക്ക് പകരം ഈത്തപ്പഴമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ നട്ട്സുകളാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. അപ്പോൾ അതും നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അരമുറി നാളികേരമില്ലേ, അത് ചിരകിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാളികേരത്തിലെ വെള്ളമൊക്കെ നല്ലപോലെ വലിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. 3 ഏലക്കായ പൊടിച്ചതും 3 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാട്ടാ. ഇനി പഞ്ചസാര ഇങ്ങനെ അതിൽ കലിഞ്ഞ് ചേരുമൊന്നും വേണ്ട. 1 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ നമ്മളുടെ പഴം കണ്ടില്ലേ, നല്ലപോലെ തന്നെ ഞാൻ കുഴച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് പരട്ടിയിട്ട് വേണം കേട്ടോ പഴം നല്ലപോലെ ഇങ്ങനെ കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളുടെ കയ്യിൽ തന്നെ ചെറിയ ബോളുകൾ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ നാളികേരത്തിൻ്റെ കൂട്ടിയില്ലേ, അത് അതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. ഇത് കയ്യിലിട്ടൊന്ന് നല്ലപോലെ, നമുക്കറിയാലോ ഉന്നക്കായുടെ ഒരു ഷേപ്പ് നമുക്ക് അറിയണതല്ലേ, ആ ഒരു ഇതിലേക്ക് ഉരുട്ടി കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല പഴുത്ത പഴമൊക്കെ കിട്ടുമ്പോൾ ഞാനിവിടെ വീട്ടിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര പഴുപ്പായി കഴിഞ്ഞാൽ ഞാനതിൽ 2 ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണതും അരിപ്പൊടി ഇട്ട് ചെയ്യണതിലും എനിക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടോ. കയ്യിൽ എന്തായാലും നെയ്യ് പരത്തി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പഴം കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇതിങ്ങനെ അടച്ചു കൊടുക്കുക. കയ്യിലിട്ടൊന്ന് നല്ലപോലെ ഇങ്ങനെ പിടിച്ച് ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റണം കേട്ടോ. അങ്ങനെ എല്ലാ ഉന്നക്കായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് ഓരോ ഉന്നക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഭയങ്കരമായിട്ട് തീ കൂട്ടിയിട്ടൊന്നും ഇത് പൊരിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ തീയൊക്കെ എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒന്ന് തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ നമുക്ക്.
അതായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഉന്നക്കായും ഇതേപോലെ തന്നെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അതും നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് അതും കോരി മാറ്റാം കേട്ടോ. അപ്പം അങ്ങനെ എല്ലാതും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായോടെ റെഡി ആയിട്ടുണ്ട്. കണ്ട ഒട്ടും വെളിച്ചെണ്ണയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കാവുന്ന അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. കണ്ടില്ലേ അത് മുറിച്ചിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കണം. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ ഈ ഒരു പലഹാരം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കുകയും വേണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.